പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജാനുവരി മാസം 21 തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ വർഷത്തിൻ്റെ ആദ്യത്തെ 21 ദിവസം, 20 ദിവസവും കർത്താവ് നമ്മളെ അത്ഭുതമായി പരിപാലിച്ചു. ഈ 21 ദിവസത്തിലേക്ക് നമുക്ക് എത്തുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു, അങ്ങേക്ക് സ്തുതി സ്തോത്ര യാഗങ്ങളെ അർപ്പിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം ആമേൻ നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവ്, ഈ പകൽക്കാലം ആമേൻ ഈ അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു. അങ്ങയുടെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് 35:9-10 എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, കർത്താവിൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, അത് ഭയങ്കര ഒരു ബലമാണ്, കർത്താവിലുള്ള സന്തോഷമെന്ന് പറയുന്നത്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ജോയ് അൺസ്പീക്കബിൾ എന്ന് പറയും, പറഞ്ഞു തീരാത്ത സന്തോഷമാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അത് ആരുടെയെങ്കിലും ഉള്ളിൽ ആമേൻ അത് പുറപ്പെട്ടു കഴിഞ്ഞാൽ, അത് തുറന്നു കഴിഞ്ഞാൽ അവരാ ജയിച്ചു പോകുന്നത്. അതുകൊണ്ട് കർത്താവിലുള്ള സന്തോഷം മുറുകെ പിടിക്കണം. 10-ാമത്തെ വാക്യം പറയുന്നത്, യഹോവേ അങ്ങേക്ക് തുല്യനാർ, എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും കർത്താവ് രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. 18-ാമത്തെ വാക്യം പറയുക, ഞാൻ മഹാസഭയിൽ കർത്താവിന് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യേ കർത്താവിനെ സ്തുതിക്കും. 28-ാമത്തെ വാക്യം, എൻ്റെ നാവ് കർത്താവിൻ്റെ നീതിയെയും നാളെല്ലാം കർത്താവിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും. ഈ പ്രഭാതത്തിലും കർത്താവ് നമുക്ക് തന്ന ഈ പകൽക്കാലം കർത്താവിൻ്റെ സ്തുതിയെ വർണ്ണിക്കുവാൻ, കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. കിട്ടുന്ന അവസരങ്ങളെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിൻ്റെ സ്തുതിയെ വർണ്ണിക്കുക, കർത്താവ് ചെയ്ത നന്മകളെ ഘോഷിക്കുക. അതിനായിട്ട് ഇന്നത്തെ പകൽക്കാലം മാറ്റിവെക്കുക. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങൾ എന്തവസ്ഥയിൽ ഇരിക്കുന്നോ അതിന്മേൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ. മഞ്ഞ ചൂടത്തുരുകി പോകുന്നത് പോലെ ഇന്ന് പകൽക്കാലം പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉരുകിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ അവർ ആ സ്വർഗീയ സമാധാനം അനുഭവിക്കട്ടെ, സ്വർഗീയ സ്വസ്ഥത അനുഭവിക്കട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങൾക്കകത്ത് നിറയുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. യൂറിനറി ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്നതായ കോംപ്ലിക്കേഷനുകൾ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. അറിയാതെ യൂറിൻ പോകുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ബുദ്ധിമുട്ട് മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനകത്ത് കൺട്രോൾ ഉണ്ടാകട്ടെ. അത്ഭുതം നടന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. അത്ഭുതം നടന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. ആമേൻ, ആമേൻ. മുറിവുണ്ടായിട്ട് അത് ഹീലാകാതെ ആമേൻ അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. ആമേൻ. അതിനകത്ത് വിടുതലുണ്ടാകട്ടെ. ഓപ്പറേഷൻ ചെയ്ത ഭാഗം ആമേൻ കരിയാതെ ഹീലാകാതിരിക്കുന്നത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് കർത്താവേ വഴി തുറക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കുടുംബത്തിനകത്തുള്ള എല്ലാ കലഹങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ശമിക്കട്ടെ. പരിശുദ്ധാത്മാവ് കുടുംബങ്ങൾക്കകത്ത് ഇപ്പോൾ ഇടപെടുന്നതിനായിട്ട് സ്തോത്രം. ദൈവിക സമാധാനം കുടുംബങ്ങൾക്കകത്ത് അയക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു.
കർത്താവെ, അങ്ങ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരെ അനുഗ്രഹിക്കുന്നു. ദൈവജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ലോകമെമ്പാടും കർത്താവിൻ്റെ വലിയൊരു റിവൈവലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ എല്ലാവരുടെ മേലും വർദ്ധിച്ചു പെരുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതിനകത്ത് പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കാരണം ഇന്നലെ കർത്താവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം നമ്മുടെ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അത് നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് നന്ദി. നാളെ കർത്താവ് അനുവദിച്ചാൽ ഇതുപോലെ തന്നെ ഇന്ത്യൻ സമയം രാത്രി 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണം അതിനകത്ത് കേട്ടോ. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പങ്കെടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. ഇപ്പോഴേ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇപ്പോഴേ നിങ്ങൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരും. പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വീണ്ടും ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയവുമായിട്ടുള്ള ബന്ധത്തിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അതിനെ വീണ്ടും ഈ ശനി, ഞായർ, തിങ്കൾ, ഇന്ന് ചൊവ്വ 4-ാം ദിവസവും നമ്മളത് കേൾക്കുമ്പോൾ ഓർത്തോണം, അതിനെന്തുമാത്രം പ്രാധാന്യമുള്ളത് കൊണ്ടാണ് കർത്താവ് നമ്മളെ വീണ്ടും അത് തന്നെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് വായിക്കാം. സദൃശ്യവാക്യം 14-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യമാണ് വായിക്കുന്നത്. ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ യഹോവ ഭക്തൻ എന്നാണ് പറഞ്ഞ്, അതിന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. അപ്പോൾ ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? അത് ദൈവഭയമുള്ളവന് എന്തുണ്ട്? ദൃഢധൈര്യമുണ്ട്, ദൃഢധൈര്യം. അപ്പം ദൈവഭയമുള്ള ഒരു വ്യക്തിക്ക് എന്തുണ്ടാകും? ദൃഢധൈര്യമുണ്ട്. എന്താണെന്നറിയാമോ ദൃഢധൈര്യം എന്ന് പറഞ്ഞാൽ? അതായത് അവനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവനെ സംബന്ധിച്ച് യഹോവ ഭയം അവനുള്ളത് കൊണ്ട് അവനറിയാം അവൻ പാപം ചെയ്യത്തില്ല, അവൻ അനീതി പ്രവർത്തിക്കത്തില്ല, അവൻ പാപത്തിൻ്റെ വഴിയിൽ പോകുന്നില്ല. അപ്പം അവനെ സംബന്ധിച്ച് ശത്രുവിനെ പിശാചിനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ എല്ലാ തിങ്സിലും എന്തായിരിക്കും? അവൻ കെയർഫുള്ളായിരിക്കും. അവൻ ചെയ്യുന്ന സകലത്തിലും അവൻ കെയർഫുള്ളായിരിക്കും. അവൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യും. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഉണ്ടോ, അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ബോധത്തോടു കൂടെയായിരിക്കും ആ വ്യക്തി ചെയ്യുന്നത്. അതുകൊണ്ട് അവനെന്തുണ്ട്? ദൃഢധൈര്യമുണ്ട്. അവൻ്റെ മൊബൈൽ ആരെയും കാണിക്കുന്നതിന് അവന് പേടിക്കണ്ട. കാരണം അവൻ്റെ മൊബൈലിനകത്ത് ദൈവം കാണാൻ കൊള്ളാത്ത ഒന്നും അവൻ വെച്ചിട്ടുണ്ടാകത്തില്ല. പിന്നെ അവൻ്റെ എല്ലാം ക്ലിയറായിരിക്കും. ഒന്നും തന്നെ അവൻ്റെ രഹസ്യങ്ങളില്ല. കാരണം പേടിക്കണ്ടായല്ലോ. കാരണം ദൈവഭയമുള്ളവൻ തെറ്റ് ചെയ്യത്തില്ല. ദൈവഭയമുള്ളവൻ പാപത്തെ വെറുക്കും. ദൈവഭയമുള്ളവൻ അധികാരികളെ ബഹുമാനിക്കും. ദൈവഭയമുള്ളവൻ മാതാപിതാക്കളെ അനുസരിക്കും. ദൈവഭയമുള്ള ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കും. ദൈവഭയമുള്ള ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കും. ദൈവഭയമുള്ള കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? തൻ്റെ മാതാപിതാക്കളെ എന്നാ ചെയ്യും? അവരെ ബഹുമാനിക്കും, റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവഭയമുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ദൃഢധൈര്യമാണെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇപ്പോൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഭയം എന്താണ്? ദൃഢധൈര്യമാണ്. അതായത് നമുക്കൊരു ഒരു 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 മതിൽ പോലെ ദൈവഭയം. അപ്പോൾ ദൈവഭയമുള്ളവൻ്റെ ജീവിതത്തിലേക്ക് ദുഷ്ടൻ്റെ പരിപാടികൾ കയറത്തില്ല. കാരണം തിന്മകൾ അവൻ്റെ വാതിൽക്ക് വന്ന് നിൽക്കും. പക്ഷേ അവന് ദൈവഭയമുള്ളത് കൊണ്ട് അത് അവന് ദോഷമായിട്ട് കയറാൻ അനുവദിക്കത്തില്ല. കാരണം അവൻ അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റും പലതരത്തിലുള്ളതായ കാര്യങ്ങളുണ്ട്, പലതരത്തിലുള്ളതായ പ്രതികൂലങ്ങളുണ്ട്, പലതരത്തിലുള്ളതായ ടെംപ്റ്റേഷനുകളുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവഭയമുള്ളവരായിരിക്കണം. ആത്മവിശ്വാസവും ശക്തിയും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് അവരുടെ ആത്മവിശ്വാസവും ശക്തിയും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളുടെ ഉള്ളത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അവനറിയാം കർത്താവിൻ്റെ സങ്കേതമാണ്. നമുക്ക് ദൈവവുമായിട്ട് ആ നല്ല ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളൊന്നുമില്ല, നമ്മൾ തിന്മയായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഉറപ്പുണ്ട്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ തിന്മ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു പാപത്തിൽ വീണ് കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കും, കർത്താവ് എന്നെ സഹായിക്കുമോ, ഞാൻ പാപിയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തിന്മ ചെയ്തിട്ടുണ്ടല്ലോ, ദൈവം എന്നെ സഹായിക്കുമോ എന്ന് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സന്ദേഹം, ഒരു സംശയം വരും. എന്നാൽ ദൈവഭയത്തോടുകൂടെ ജീവിക്കുന്നവനറിയാം ഞാനും എൻ്റെ കർത്താവുമായുള്ള ബന്ധം നല്ലത്. ഇപ്പം ജോസഫിനെ സംബന്ധിച്ച് നമ്മൾ ജോസഫിൻ്റെ കാര്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പറയും. ജോസഫിന് എങ്ങും കലക്കമില്ലായിരുന്നു. കാരണം ജോസഫ് എങ്ങും തിന്മ ചെയ്തിട്ടില്ല. ജോസഫ് തിന്മ ചെയ്യാതെ തിന്മ അനുഭവിച്ചത്. പക്ഷേ ജോസഫിന് എങ്ങും ടെൻഷനില്ലായിരുന്നു. അതുപോലെ ഈ ദൈവഭയമുള്ളവർ അവരുടെ കുഞ്ഞുങ്ങൾക്കും അതൊരു അഭയവും സുരക്ഷിതത്വവും നൽകുമെന്ന് അടുത്ത വാക്യം പറയുന്നത്.
ഹല്ലേലൂയ. അപ്പം ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരു മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്കും അതൊരു അനുഗ്രഹമായിരിക്കും. കുഞ്ഞുങ്ങൾക്കും അത് സുരക്ഷിതത്വം കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ. ദൈവഭക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ജീവൻ്റെ ഉറവ തുറക്കുന്നതിനും മരണത്തിൻ്റെ മണ്ഡലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുക, അതാണ് ദൈവഭയം. അതായത് എൻ്റെ അപ്പയ്ക്ക് എൻ്റെ ദൈവത്തിന് വിഷമമുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല, അതാണ് ദൈവഭയം എന്ന് പറയുന്നത്. ദൈവഭയമുള്ള ഒരാൾ ദൈവത്തിന് വിഷമമുള്ളത്, എൻ്റെ പിതാവിന് എന്നെ രക്ഷിച്ചവന് വേദനയുള്ളതായ ഒന്നും ഞാൻ ചെയ്യത്തില്ല. അത് വീടിനകത്തായാലും വീടിന് പുറത്തായാലും ഓഫീസിനകത്തായാലും ഓഫീസിന് പുറത്തായാലും പബ്ലിക് പ്ലേസിലായാലും എൻ്റെ അപ്പയ്ക്ക് വിഷമമുള്ളത്, എൻ്റെ അപ്പയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നത്, എൻ്റെ അപ്പയ്ക്ക് വേദന ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല. അതിന് പറയുന്ന പേരാണ് ദൈവഭയം. അങ്ങനെയുള്ളവർക്ക് ദൃഢധൈര്യമുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ദൈവിക സംരക്ഷണം ഉണ്ടാകും. അങ്ങനെയുള്ളവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ഉള്ളിൽ നിന്ന് ജീവൻ്റെ ഉറവുകൾ പുറപ്പെടും. അവർ മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടും. യഹോവ ഭക്തന് ദീർഘായുസ് ഉണ്ടാകുമെന്നും യഹോവ ഭയമുള്ളവന് ദീർഘായുസ് ഉണ്ടാകുമെന്നും നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചായിരുന്നല്ലോ. അപ്പോൾ മറന്നു പോകരുത്, ദൈവഭയം തരാൻ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ദൈവഭയമുള്ളവനായി ഈ ദൈവഭയം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ തലമുറയുടെ നടുവിൽ ദൈവഭയത്തോടുകൂടെ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ദൈവഭയമുള്ളവരായി തീരട്ടെ, ദൈവഭയമുള്ളവരായി തീരട്ടെ. ദൈവഭയത്തോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവഭയം എന്ന് പറയുന്നത് കർത്താവിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുക. കർത്താവിനെ വിഷമിപ്പിക്കുന്നതോ കർത്താവിന് നാണക്കേടുണ്ടാകുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല. ആ ഒരു തീരുമാനമാണ് ദൈവഭയം. അത് നിങ്ങളുടെ തലമുറയ്ക്കും അനുഗ്രഹമാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരികൾ പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.